ദീപകിന്റെ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. യുവാവിന് നീതി ഉറപ്പാക്കണമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ബെൻസൺ തുടരുകയാണ്. ബെൻസൺ, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഷിംജിതയുടെ വൈദ്യപരിശോധന പൂർത്തിയായോ? എന്തൊക്കെയാണ് തുടർ നടപടികൾ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അവിടെ വെച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക്, ഇവിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം കോഴിക്കോട് ജില്ലാ കോടതിയിലായിരിക്കും അവരെ ഹാജരാക്കുക. അത് മറ്റ് നിയമ നടപടികൾ ഏത് രീതിയിലായിരിക്കും എന്നതിനെപ്പറ്റി ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് എടുത്തതിന് പിന്നാലെ 108 പ്രകാരം കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇവരെ കണ്ടെത്തുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ അന്വേഷണ സംഘം പുറപ്പെടുവിച്ചിരുന്നു. കാരണം ഇവർ വിദേശത്തേക്ക് മുൻപ് വിദേശത്ത് ജോലിയടക്കം ചെയ്തിരുന്ന ആളാണ്, സ്ഥിരമായി വിദേശത്ത് പോയി വരുന്ന ആളും കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. ഇവർ കേരളത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ കടന്നിട്ടുണ്ടോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ അന്വേഷണ സംഘത്തിന്റെ പൂർണ്ണമായിട്ടുമുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അന്വേഷണം പൂർണ്ണമായും രഹസ്യാത്മക സ്വഭാവത്തിലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവർ മെഡിക്കൽ പരിശോധനയ്ക്ക് ഉൾപ്പെടെ കൂടെയുള്ളത് മഫ്തിയിൽ വേഷം മാറിയെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അവർ ആ നിലയിലേക്ക് തന്നെയായിരിക്കും ഇവരെ കണ്ടെത്തിയിട്ടും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ഷിംജിതയെ എത്തിക്കും. ഇവിടെ ഇപ്പോൾ തന്നെ BJP പ്രവർത്തകർ ഉൾപ്പെടെ ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഈ ദീപകിന്റെ മരണത്തിന് ശേഷം ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവരുടെ നിയമ നടപടിക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്ത നിരവധി ആളുകളുണ്ട്. അവർ ഉൾപ്പെടെ ഇപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ ആദ്യഘട്ടത്തിൽ കൗൺസിലർ അടക്കമുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം ഉൾപ്പെടെ നൽകുകയാണെങ്കിൽ തങ്ങൾ പ്രതിഷേധിക്കും എന്ന നിലപാട് ഉൾപ്പെടെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ സന്നദ്ധമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഷിംജിതയുടെ മൊഴിയെടുക്കാനുണ്ട്. എന്താണ് ആ ബസ്സിൽ വെച്ച് സംഭവിച്ചതെന്നതിനെ പറ്റി ഒരു വ്യക്തത ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഏകദേശം 8 മിനിറ്റോളം ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് ഇവർ മൊബൈലിൽ ചിത്രീകരിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ എഡിറ്റ് ചെയ്യപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരുന്നു സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂർണ്ണമായും ആ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഇത്തരത്തിൽ ഇവർ സൂചിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിലുണ്ടോ എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നിയമ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുക. അത് മാത്രമല്ല ഈ ബസ്സിൽ ഉണ്ടായിരുന്ന സഹയാത്രികരായിട്ടുണ്ടായിരുന്ന ആളുകൾ, ഈ സംഭവം നടക്കുമ്പോൾ ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികരായിട്ടുള്ള ആളുകൾ നമുക്കറിയാം കണ്ണൂർ പയ്യന്നൂരിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആളുകളുടെ ഉൾപ്പെടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ബസ് ജീവനക്കാരുടെ മൊഴി പോലീസ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളെ കണ്ടെത്തേണ്ടതുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല ഈ പെൺകുട്ടി ഈ ആദ്യ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിന് ശേഷം രണ്ടാമത് മറ്റൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് സംഭവിച്ചതെന്നതിനെ പറ്റി വിശദീകരിക്കുന്ന തരത്തിലൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് മറ്റൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്, അതായത് ദീപക് ഉപദ്രവിക്കുന്നത് കണ്ടിട്ടാണ് താൻ ഇത്തരത്തിൽ വീണ്ടും വീഡിയോ തനിക്കെതിരെ വന്നപ്പോൾ വീഡിയോ ചിത്രീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഇനിയും ഏറെ ചോദ്യങ്ങൾ നിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും അതിൽ എന്താണ് ആ ദൃശ്യങ്ങളിൽ എന്താണ് ഉള്ളത് എന്നതിനെപ്പറ്റി ഉൾപ്പെടെ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല ഈ മൊബൈൽ ഫോണിൽ നിന്നും ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകൾ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നിയമ നടപടികൾ ആ നിലയ്ക്ക് തന്നെ ഇനിയും മുൻപോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിൽ വെച്ചിട്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇവർ ഈ ഷിംജിത മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അന്വേഷണ സംഘം പെട്ടെന്നുള്ള ഒരു നീക്കത്തിലൂടെ ഇവരെ വടകരയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ഇവരെ എത്തിക്കും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. കോഴിക്കോട് ജില്ലാ കോടതിയിലായിരിക്കും ഇവരെ ഹാജരാക്കുക. അതിന്റെ മുൻപ് മുന്നോടിയായിട്ടുള്ള വൈദ്യപരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കുൾപ്പെടെ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ പ്രതിഷേധിക്കുമെന്ന് BJP കൗൺസിലർമാർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ട കാര്യത്തിലും ഒരു പ്രാധാന്യം അന്വേഷണ സംഘം
നൽകുന്നുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് എത്തിക്കാതെ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മറ്റ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും ഇവരുടെ ദീപകിന്റെ വീട്ടിലെത്തി നിരവധി ആളുകൾ, രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും പന്യൻ രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും കുടുംബത്തോടൊപ്പം അവർക്ക് ആശ്വാസവാക്കുകൾ പകരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ ധനസഹായം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയും ഉണ്ട്. നമുക്ക് കോഴിക്കോട് കൗൺസിലർ കൂടിയായിട്ടുള്ള റനീഷ് ഉണ്ട്. പ്രതികരണത്തിലേക്ക് കൂടി പോകാം. അല്ല, ഞാൻ പറഞ്ഞേ, ഇതിൽ തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് പോലീസ് ഇവരെ സഹായിക്കുന്ന നിലപാടെടുത്തത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ്, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് അവര് മൊഴിയെടുക്കാൻ പോലും വന്നിട്ടുള്ളത്. ഇപ്പം സ്വകാര്യ വാഹനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്യുക, അവരെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നില്ല, അവരെ കൊയിലാണ്ടി ആരും കാണാതെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ മെഡിക്കൽ നടത്തുന്നു. അപ്പൊ ഇതിന് ഇത്രയൊക്കെ ചെയ്യാൻ പോലീസ് ആരാണ്? ഇവർ എന്ത് VIP ആണോ അവര്? അപ്പൊ പത്രമാധ്യമങ്ങളൊന്നും അറിയിക്കാത്ത ഇത് രഹസ്യമായി നടത്തുമ്പോൾ ഇവരെ രക്ഷപ്പെടാനുള്ള പഴുത് പോലീസ് ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾ വിളിച്ചു നോക്കൂ, ആരും ഫോൺ എടുക്കുന്നില്ല. CI ഫോൺ എടുക്കുന്നില്ല, SI ഫോൺ എടുക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു കേസെടുത്തുണ്ടായിരുന്നത്. പിന്നീട് ജനകീയ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് അത് BNS 108 പ്രകാരം കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്നാണോ? തീർച്ചയായും തുടക്കം മുതലേ വീഴ്ചയാണല്ലോ. കാരണം 8:30 മണിക്ക് ഈ ആത്മഹത്യ നടന്നുവെന്ന് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് 9 മണിക്ക് വരുന്നു. പക്ഷേ മാസ്റ്ററിൽ 10:30 മണിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം അവർ പറഞ്ഞത് ഇത് അസ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞ് എഴുതി തള്ളി. വീണ്ടും ശക്തമായ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് പ്രേരണ കുറ്റത്തിന് കേസെടുത്തത്. അതിനുശേഷം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ വളരെ രഹസ്യമാക്കി വെക്കുന്നു. പ്രൈവറ്റ് വണ്ടിയിലാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇവരെ മെഡിക്കൽ ഹാജരാക്കേണ്ടത് നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ബീച്ച് ഹോസ്പിറ്റലാണ്. ഇതൊന്നും ഇല്ലാതെ കൊയിലാണ്ടി പോയി ഹാജരാക്കുന്നു. അതൊക്കെ ഇത് പ്രതിയെ രക്ഷപ്പെടാനുള്ള പോലീസിന്റെ ഗൂഢാലോചനയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറാണ് റനീഷാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് ഏറ്റവും ആദ്യം ഇത്തരത്തിൽ ദീപക് സ്വയം ജീവനൊടുക്കി എന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചപ്പോൾ അസ്വാഭാവിക മരണത്തിനായിരുന്നു സ്വാഭാവികമായ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആ കേസ് മാറ്റം വരുത്താനോ, അതായത് ഇത്തരത്തിലൊരു പ്രേരണ ഉണ്ടായിട്ടുണ്ട്, ഈ അല്ലെങ്കിൽ ക്ഷമിക്കണം, ഈ ഒരു ജീവൻ ഒടുക്കുന്നതിൽ ഒരു പ്രേരണ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിച്ചതിന്റെ പേരിലാണ് താൻ ജീവൻ ഒടുക്കിയത് അല്ലെങ്കിൽ തന്റെ മകൻ ജീവൻ ഒടുക്കിയത് എന്നും കുടുംബാംഗങ്ങൾ തന്നെ, സുഹൃത്തുക്കൾ തന്നെ പോലീസിനെ അറിയിച്ചിട്ടും ആ കേസിൽ ഒരു മാറ്റം വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് വലിയ ജനകീയ പ്രതിഷേധം, പ്രത്യേകിച്ച് BJP നേതാക്കളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ അവരുടെ ഈ ദീപകിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയും നേരിട്ട് കമ്മീഷണർ ഓഫീസിലെത്തി കമ്മീഷണറെ കാണുകയും പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മീഷണർ പിന്നീട് മെഡിക്കൽ കോളേജ് ACPക്ക് അന്വേഷണ ചുമതല നൽകുകയും പിന്നീട് മെഡിക്കൽ കോളേജ് CI അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ കുടുംബാംഗങ്ങളുടെ, അതായത് ദീപകിന്റെ മാതാവിന്റെയും പിതാവിന്റെയും ഉൾപ്പെടെ ബന്ധുക്കളുടേത് ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയും പുതിയ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. അതിലായിരുന്നു BNS 108 പ്രകാരം പ്രേരണ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വൈകൽ, ഈ കേസെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു വൈകൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവർ ആരോപിക്കുന്നത്. അതുമാത്രമല്ല, ഇവരെ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും ആദ്യഘട്ടത്തിൽ ത്വരിതഗതിയിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഷിംജിതയെ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ആദ്യഘട്ടത്തിൽ ത്വരിതഗതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടിയുള്ള ആരോപണമാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴും അത് വളരെ രഹസ്യാത്മകമായി ചെയ്തിട്ടുണ്ട്. അതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലാണ് അല്ലെങ്കിൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലായിരിക്കും അവരുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കുക. പക്ഷേ അത് അത്തരത്തിലല്ലാണ്ട് കൊയിലാണ്ടിയിൽ വെച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി സ്വകാര്യ വാഹനത്തിലാണ് അവരെ കൊണ്ടുവരുന്നത്. ഇതെല്ലാം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകുന്ന രീതിയാണോ എന്ന ചോദ്യങ്ങൾ കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും അല്പസമയം